അപ്പോൾ PSC ഇന്ന് നടത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? 102ാം ഭരണഘടന അനുച്ഛേദം 338B ആണ്. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്ന കലാപം വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ G ശങ്കരക്കുറുപ്പാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഉത്തരം C ആണ്. അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയത് യുണൈറ്റഡ് കിങ്ഡമാണ്. UK യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയമാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ C കോഡാണ് കേട്ടോ. കോഡ് C ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ B DK കാർവെയാണ്. അടുത്ത SCRT ചോദ്യം, ഇതെല്ലാം SCRTയിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യറാണ്. NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? മൗലിക കടമകൾ റഷ്യയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ 4 ഓപ്ഷനുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലായിരുന്നത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ C അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മൈസൂരാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ആണ് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ C ഓപ്പറേഷൻ വിജയ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് പറയുന്നത് ഓപ്ഷൻ D വിശാഖപട്ടണമാണ്. അടുത്ത ചോദ്യം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ C ആണ്. അതായത് 2 മാത്രം തെറ്റാണ്, ബാക്കി 4 ഓപ്ഷനുകളും ശരിയാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ D ഓസ്ട്രേലിയ ആണ്. ഓപ്ഷൻ D ഓസ്ട്രേലിയ. 23ാമത്തെ ചോദ്യം നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ D ആണ്. നീതി ആയോഗ് എന്തല്ല? ഒരു ഭരണഘടനാ സംവിധാനമല്ല. അടുത്ത ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതാണ്? ഉത്തരം ഓപ്ഷൻ D ഗാന്ധിജിയുടെ മരണം നടക്കുന്ന സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം 25 തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഏതാണ്? അപ്പോൾ 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ B ഷോളയാർ പാലക്കാട്. അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ D ആറളമാണ്. 27 വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എല്ലാ പരീക്ഷ നടക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക് അനുസരിച്ച് ഭരണഘടനയാണെങ്കിൽ ഭരണഘടന, സയൻസ് ആണെങ്കിൽ സയൻസ്, കേരള ഭൂമിശാസ്ത്രമാണെങ്കിൽ ഭൂമിശാസ്ത്രം, അങ്ങനെ ടോപ്പിക് അനുസരിച്ച് ഈ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ ചെയ്യും. മാത്സ് പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. മാത്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. ഓരോ ടോപ്പിക് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 28ാമത്തെ ചോദ്യം പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആരല്ല? ഭൂപേഷ് ബാഗേൽ അല്ല.
ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഓപ്ഷൻ ബി ഇറാൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി നടത്തിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 31ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉം 5ഉം ഗുജറാത്തും മധ്യപ്രദേശും ഭാഗമല്ല, ബാക്കിയെല്ലാം ഭാഗമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതനിരയുമായിട്ട് ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡൂൺ താഴ്വരകൾ ഇല്ല. അടുത്ത ചോദ്യം 33, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ്? 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാർസ് ആണ്. അടുത്ത 34, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 34ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം 5ഉം കറക്റ്റ് ആണ്. 35, ഈ തവണത്തെ അർജുന അവാർഡിന് ഉദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനമാണ്? ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ആര് വരുന്നത്? ഛോട്ടാ നാഗ്പൂർ വരുന്നത്. അടുത്ത ചോദ്യം, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ശരിയായ ക്രമീകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ ആണ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. കണ്ണൂരും കാസർഗോഡുമാണ് ഇതിലുള്ള കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ. കേരളത്തിൽ മൊത്തം എത്ര താലൂക്കുകളുണ്ട്? ഓപ്ഷൻ എ 78 താലൂക്കുകളുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ. ബാക്കിയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഈ നദി എന്തുണ്ടാക്കുന്നില്ല? ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. ആ പ്രസ്താവന തെറ്റാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി ഇന്ത്യ. 46ാമത്തെ ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി പാരീസിലാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി ഏതാണ്? 47 സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. 48, മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത്? ഓപ്ഷൻ എ അല്ലു അർജുനാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം ദഹനം സുഗമമാക്കാനാണ്. 49ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ എ ആദിത്യ L1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് 51 ബി വൈകുണ്ഠസ്വാമികളാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓപ്ഷൻ ബി മാലിക് ആസിഡ് ആണ്. 53ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 ശരി 3 ശരി. മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ എന്ത് രോഗങ്ങളാണ്? അപര്യാപ്തത രോഗങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി നെല്ലിനങ്ങൾ, സങ്കര ഇനം നെല്ലിനങ്ങൾ, 56ന്റെ ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതൊക്കെ? കാൽസ്യവും ഫോസ്ഫേറ്റുമാണ്. 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ഓക്കെ ആണല്ലോ. 59ാമത്തെ ചോദ്യം, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 60, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴ്ന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4ാമത്തെ എന്നല്ല, തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ. 61ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദ്യം. 61ന്റെ ഉത്തരം ഓപ്ഷൻ സി. 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവന ശരിയാണ്. ബാക്കി രണ്ടും തെറ്റാണ്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. അതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. സിങ്ക് ഗലീന, അത് തെറ്റാണ്. ലെഡ് ആണ് ഗലീന.
എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആണെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഈ മൗങ്കി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി എ ഇക്കിമോവ് എന്നും 3 പേര് എന്ത് കണ്ടുപിടിച്ചത്? 2023 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ക്വാണ്ടം ഡോട്ട്സ് ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 64 ഓപ്ഷൻ ഡി. 65-ാമത്തെ ചോദ്യം, ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജം ഗതികോർജ്ജമാണ്. ഗതികോർജ്ജത്തെ എന്തൊക്കെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2, 3 മാസും പ്രവേഗവും. ചാന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന് അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏതായിരുന്നു? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമായിരുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? വിറ്റാമിൻ സി കൊഴുപ്പിലല്ല ലയിക്കുന്നത്, ജലത്തിലാണ് ലയിക്കുന്നത്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1 ശരി 4 ശരി എന്നുള്ള ഓപ്ഷനാണ് ശരി. ഓക്കെ, അടുത്ത 69, 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 69 മഹാരാഷ്ട്ര. 70 ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ മന്തും മലമ്പനിയുമാണ്. അപ്പോൾ 2ഉം 4ഉം വരുന്ന ഓപ്ഷനാണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ആസാമാണ്. ചോക്കുവ അരി ആസാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. ഡയേറിയ എന്താണ്? ബാക്ടീരിയയാണ്. ഓക്കെ, 76 ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്ന ഓപ്ഷൻസ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ അല്ല കൊടുക്കുന്നത്. ഓക്കെ, 78-ാമത്തെ ചോദ്യം, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ കണ്ണുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ 79-ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം ശരി. 2ഉം 4ഉം പ്രസ്താവനകൾ എന്താണ്? തെറ്റാണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം എല്ലാവർക്കും അറിയാം, സ്റ്റെതസ്കോപ്പ് ആണ്. അപ്പോൾ അടുത്തത് മാത്സ് ആണ്. മാത്സിൻ്റെ ചോദ്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓപ്ഷൻ നോക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. ഉടനെ തന്നെ ഈ ചോദ്യത്തിൻ്റെ മാത്സിൻ്റെ ചോദ്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദ്യങ്ങളെന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 5/8 ആണ്. 10 പേര് പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാകും? ഓപ്ഷൻ ബി 45 ആണ്. 83-ാമത്തെ ചോദ്യത്തിൽ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഓപ്ഷൻ സി ആണ് 121. അടുത്ത 84-ാമത്തെ ചോദ്യം. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത് ബി ആണ്. ബി 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി KMN എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 8:3 അല്ലെങ്കിൽ 8:3 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് 32 സ്ക്വയർ 1024 ആണെങ്കിൽ ഈ പറയുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എത്ര? ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 0.032. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം 6 ആണ്. അടുത്ത 3 + 6 + 9 3 + 6 + 9 + എക്സെട്ര + 180ൻ്റെ ഉത്തരം എന്താണ്? 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 89-ാമത്തെ ചോദ്യത്തിലെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 35.803 എന്ന് പറയുന്ന ഉത്തരവാണ്. അടുത്ത 90-ാമത്തെ ചോദ്യം, എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 90ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 8:3 ആണ്. അടുത്ത 91-ാമത്തെ ചോദ്യം, അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 9 ആണ്. ഓപ്ഷൻ സി 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 246 ആണ്. 93 ഈ ഒരു കോഡ് ഭാഷ ഉപയോഗിച്ച് പെന്ന് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കൂട്ടുമ്പോൾ 0.248 ആണ് വരുന്നത്. 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 216 ആണ്. 96 തീവണ്ടി കണക്കിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി 22.5 കിലോമീറ്റർ ആണ്. 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 98 ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി തന്നിട്ടുണ്ട്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6-ാം ദിവസത്തെ കൂലി എത്രയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 840 ആണ്. ഓപ്ഷൻ ഡി 840. 99 ഒരു സംഖ്യയുടെ 40% 160 ആയാൽ 30% എത്രയാണ്? ഓപ്ഷൻ എ 120 ആണ്. അടുത്ത 100-ാമത്തെ ചോദ്യം ഈ കണക്കിൻ്റെ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 5 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എങ്ങനെയാണ്, അനുബന്ധ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.